ആഹാ നാസർ എന്ന യാത്രാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പെരുമ്പാവൂർ നിന്നും ഇരിങ്ങോൾക്കാവ്, കല്ലിൽ ക്ഷേത്രം, ഇഞ്ചത്തൊട്ടി തൂക്കുപാലം എന്നീ സ്ഥലങ്ങളൊക്കെ കണ്ട് തട്ടേക്കാട് വന്ന് സലിമലി പക്ഷി നിരീക്ഷണ സ്ഥലം കൂടി കണ്ട് തിരിച്ചു വരുന്ന യാത്രയാണ് നിങ്ങളുടെ കാഴ്ചയ്ക്കായി ചേർത്തിട്ടുള്ളത്. ആദ്യം ഇരിങ്ങോൾക്കാവിൻ്റെ കാഴ്ചകൾ. ആദ്യമേ പറയട്ടെ, ഇരിങ്ങോൾക്കാവിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വീഡിയോ എടുക്കാൻ അനുവാദമില്ല. ഈ വീഡിയോ സ്റ്റേ വരുന്നതിന് മുൻപായി പകർത്തിയതാണ്. പെരുമ്പാവൂരിൽ നിന്നും കോതമംഗലം റൂട്ടിൽ 3.5 കിലോമീറ്റർ ദൂരമാണ് ഇരിങ്ങോൾക്കാവിലേക്കുള്ളത്. 1-ാം മൈൽ, പട്ടാൽ എന്നീ സ്ഥലങ്ങൾ കഴിഞ്ഞ് വലത്തേക്കുള്ള വഴിയിൽ 1 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ ഇവിടെ എത്താം. പ്രശാന്ത സുന്ദരമായ ഈ വനപ്രദേശം വേനൽ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയ ഒരു ഇടമാണ്. കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. 50 ഏക്കറോളം വരുന്ന നിബിഡ വനത്തിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സരസ്വതി, വനദുർഗ, ഭദ്രകാളി എന്നീ ദേവിമാരാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. 2000-ഓളം വർഷം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന്. അത് പരശുരാമൻ നിർമ്മിച്ചതാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഇതിൻ്റെ ഐതിഹ്യം, വാസുദേവരുടെ 8ാമത്തെ പുത്രൻ കംസനെ വധിക്കും എന്നതിനാൽ 8ാമനായി ജനിച്ച പുത്രനെ വധിക്കാതിരിക്കാൻ പകരം ഒരു പെൺകുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തുകയും, എന്നാൽ 8ാമത്തേത് പെൺകുഞ്ഞാണെങ്കിലും അതിനെയും വധിക്കാമെന്ന ഉദ്ദേശത്തിൽ കംസൻ കുട്ടിയെ തലയ്ക്ക് മുകളിലേക്ക് പൊക്കിയെടുത്ത് വധിക്കുന്നതിനായി ശ്രമിച്ചു. എന്നാൽ കുഞ്ഞു പെട്ടെന്ന് അമാനുഷിക ശക്തി പ്രാപിച്ച് അന്തരീക്ഷത്തിൽ തന്നെ ഇരുന്നു. ഈ കുഞ്ഞ് യോഗനിദ്ര എന്ന ദേവിയുടെ പുനരവതാരം ആയിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ അന്തരീക്ഷത്തിൽ ഇരുന്നവൾ എന്നതിൽ നിന്നും ഇരുന്നോൾ എന്ന് പേര് വരികയും പിന്നീട് ഇരിങ്ങോൾ എന്നാവുകയും ചെയ്തെന്നതാണ് ഐതിഹ്യം. ഈ ക്ഷേത്രം നാഗഞ്ചേരി മനയുടെ ഉടമസ്ഥതയിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കീഴിലാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നാഗഞ്ചേരി മനയും. 700 വർഷത്തോളം പഴക്കമുള്ള മനയാണ് ഇത്. ഇതിപ്പോൾ സന്ദർശിക്കാൻ അനുവാദമുണ്ട്. സമയം അനുവദിക്കുമെങ്കിൽ ഒന്ന് പോയി കാണുന്നത് നല്ലത് തന്നെയാണ്. 700 വർഷത്തോളം പഴക്കമുള്ളൊരു മനയാണിത്. ഇതിനോട് ചേർന്ന് തന്നെ ചിൽഡ്രൻസ് പാർക്കുമുണ്ട്. പിന്നീട് പോയത് കല്ലിൽ ക്ഷേത്രം കാണുന്നതിനാണ്. പെരുമ്പാവൂരിൽ നിന്നും 8 കിലോമീറ്റർ അകലെയാണ് കല്ലിൽ ഭഗവതി ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും പഴയ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പെരുമ്പാവൂരിനും മൂവാറ്റുപുഴയ്ക്കും കോതമംഗലത്തിനും ഇടയിലായിട്ടുള്ള മേതല എന്ന സ്ഥലത്താണ് കല്ലിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായി എന്ന് കരുതുന്ന ഒരു ജൈനക്ഷേത്രമായിരുന്നു ഇത്. ജൈനരുടെ അഭാവത്തിൽ പിന്നീട് ഭഗവതി ക്ഷേത്രമാവുകയായിരുന്നു. ഏതാണ്ട് 28 ഏക്കർ വരുന്ന ഒരു വനത്തിനുള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1965 ഒരു സംരക്ഷിത മോണ്യുമെന്റ്സ് ആയിട്ട് ആർക്കിയോളജിക്കൽ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് കേട്ടിരുന്നു. അന്ന് ശൂന്യതയിൽ, അല്ലെങ്കിൽ നിലം തൊടാതെ നിൽക്കുന്നൊരു ക്ഷേത്രമാണെന്നാണ് കേട്ടിരുന്നത്. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇത് വന്ന് കാണുവാൻ സാധിച്ചിരുന്നു. അന്ന് പക്ഷേ നിലം തൊടാതെ നിൽക്കുന്നു എന്നതിൽ കാര്യമില്ലാതില്ല എന്ന് മനസ്സിലാക്കിയെങ്കിലും അതിൻ്റെ ചില ഭാഗങ്ങൾ നിലത്ത് തൊട്ട് തന്നെയാണ് നിന്നിരുന്നത്.
ഏതാണ്ട് 75 അടി നീളവും 45 അടി വീതിയും 25 അടിയോളം ഉയരവും വരുന്ന ഭീമാകാരമായ ഒരു കല്ലിൽ ഉള്ളതാണ് ക്ഷേത്രം. ഇതിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രമാണ് നിലത്ത് തൊടുന്നത്. പിന്നെ തൊട്ടു ചേർന്നുള്ള പാറകളിലും ചില സ്ഥലങ്ങളിൽ മാത്രമേ സ്പർശിക്കുന്നുള്ളൂ. അതിനാലാണ് ഹാങ്ങിങ് ടെമ്പിൾ എന്നറിയപ്പെട്ടത്. അതിനാലാണ് നിലം തൊടാതെ നിൽക്കുന്ന അമ്പലം എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇങ്ങനെ നിലം തൊടാതെ നിൽക്കുന്ന ഹാങ്ങിങ് ഗാർഡനെ കുറിച്ചാണ് എനിക്കൊരു ഓർമ്മ വന്നത്. മുംബൈയിലെ ഹാങ്ങിങ് ഗാർഡൻ. എൻ്റെ വിചാരം അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നൊരു ഗാർഡൻ ആയിരിക്കുമെന്നായിരുന്നു. എന്നാൽ പിന്നീട് അവിടെ സന്ദർശിച്ചപ്പോഴാണ് മനസ്സിലായത്, ഒരു മുംബൈയിലൊരു മലബാർ ഹില്ലിൽ അവിടുത്തെ ഒരു മെയിൻ വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ ഒരു ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നതാണിത്. അങ്ങനെ ഒരു ഷൂവിൻ്റെ ആകൃതിയിൽ നമുക്ക് കയറിപ്പോകാനുള്ള മാർഗവുമുണ്ട്. അവിടെയാണ് ഈ ഗാർഡൻ നിർമ്മിച്ചിട്ടുള്ളത്. അതാണ് ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറയുന്നത്, അല്ലാതെ തൂങ്ങിക്കിടക്കുന്നതൊന്നുമല്ല. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ നിലം തൊടാതിരുന്ന ഭാഗങ്ങൾ കല്ലുകളും കോൺക്രീറ്റുകളും വെച്ച് നിലത്തോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അതൊരു അങ്ങനെ വെച്ചിരിക്കുന്ന അങ്ങനെ ഒരു സംരക്ഷണം കൊടുക്കുന്നത് നല്ലതാണ്. കാരണം എല്ലാ കാലത്തും ഒരുപോലെ ഈ കല്ല് ഇരുന്നോളണമെന്നില്ലല്ലോ. അങ്ങനെ നിലം തൊടാതെ ഉയർന്നു നിൽക്കുന്നൊരു ഭാഗം നമുക്ക് ഗുഹയായിട്ട് തോന്നാം. അതിനാണ് ഒരു ഗുഹാക്ഷേത്രം എന്നും കൂടി ഇതിന് പേരുള്ളത്. ഇപ്പോൾ ചെന്നപ്പോൾ ക്ഷേത്രത്തിലെ പൂജകൾ കഴിഞ്ഞതിനാൽ ക്ഷേത്രം അടച്ചിരിക്കുകയായിരുന്നു. അതിനാൽ വിശദമായി കാണുവാൻ സാധിച്ചില്ല. കല്ലിൽ ക്ഷേത്രം കണ്ടതിന് ശേഷം പിന്നെ പോയത് ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജ് കാണുന്നതിനായിട്ടാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഒരു തൂക്കുപാലമാണ് ഇഞ്ചത്തൊട്ടി പാലം. കോതമംഗലത്ത് നിന്നും കുട്ടമ്പുഴയ്ക്ക് പോകുന്ന വഴിയിൽ പുന്നേക്കാട് നിന്നും നീലമംഗലത്തേക്ക് പോകുന്ന വഴിയിലാണ് ഇതിൻ്റെ സ്ഥാനം. പെരിയാർ നദിക്ക് കുറുകെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 183 മീറ്റർ നീളമുള്ള ഇതിൻ്റെ നടപ്പാത 4 അടി വീതിയിലാണുള്ളത്. ഭൂതത്താൻകെട്ടിൻ്റെ റിസർവോയറാണ് ഈ പെരിയാർ നദി. ഈ നദിയുടെ തീരത്ത് തന്നെയാണ് തട്ടേക്കാട് പക്ഷിസങ്കേതവും ഉള്ളത്. കോതമംഗലത്ത് നിന്നും കുട്ടമ്പാറ റോഡിൽ കൂടി പൊന്നേക്കാട് എന്ന സ്ഥലത്ത് വന്ന് വലത്തേക്ക് തിരിഞ്ഞ് 8 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. ഇവിടെ കയാക്കിങ്ങും ബോട്ടിങ്ങും മറ്റ് സൗകര്യങ്ങളുമുണ്ട്. ധാരാളം ആളുകൾ ഇവിടം സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. ഏതായാലും ഒരു സന്ദർശിക്കാൻ പറ്റിയൊരു ഇടം തന്നെയാണ് ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇതുപോലൊരു മറ്റൊരു ബ്രിഡ്ജ് കട്ടപ്പനയിലെ അയ്യപ്പൻ കോവിൽ എന്ന സ്ഥലത്തുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ അയ്യപ്പൻ കോവിൽ ബ്രിഡ്ജാണ് ഏറ്റവും വലുതെന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് കണ്ടിരിക്കാം. ഇഞ്ചത്തൊട്ടിയിൽ നിന്നും പിന്നീട് പോയത് തട്ടേക്കാടിലേക്കാണ്. ഇഞ്ചത്തൊട്ടിയിൽ നിന്നും തിരിച്ച് പൊന്നേക്കാട് വന്ന് അവിടെ നിന്നും 4.5 കിലോമീറ്റർ കുട്ടമ്പുഴ റൂട്ടിൽ യാത്ര ചെയ്താലാണ് തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൽ എത്തുന്നത്. 50 രൂപയാണ് പ്രവേശന ഫീസ്. ഇവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യവുമുണ്ട്. കുറച്ച് പക്ഷികൾ, മീനുകൾ, പാമ്പുകൾ എന്നിവയൊക്കെയുള്ള ഒരു ചെറിയ സൂ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാഴ്ച ബംഗ്ലാവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാഴ്ച ബംഗ്ലാവ് അല്ല കേട്ടോ.
പിന്നെ ഇവിടെ കാണാനെത്തുന്നവർ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നാൽ ഇരുന്ന് കഴിക്കുന്നതിനായി ഒരു ഇഗ്ലൂ മോഡൽ ഹട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു പുതുമയുള്ള കാര്യമായി തോന്നി, കാണാനൊക്കെ രസമുണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള പാർക്ക്, ബട്ടർഫ്ലൈ ഗാർഡൻ, നക്ഷത്രവനം എന്നിവയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നല്ല ചൂടായത് കൊണ്ടായിരിക്കണം ബട്ടർഫ്ലൈസിനെയൊന്നും അധികം കാണാൻ സാധിക്കാതിരുന്നത്. ഇവിടെ പക്ഷികളെ സംബന്ധിച്ചൊരു മ്യൂസിയവുമുണ്ട്. പക്ഷികളെക്കുറിച്ച് പഠിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും പ്രയോജനം ചെയ്യുന്നതാണ് ഇത്. ഈ നക്ഷത്രവനം എന്നൊക്കെ നേരത്തെ കേട്ടപ്പോൾ എങ്ങനെയായി നക്ഷത്രം വനമൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് ആശ്ചര്യപ്പെട്ടിരുന്നു. പിന്നെ ഒരിക്കൽ എവിടെയോ പോയപ്പോൾ അവിടെ നക്ഷത്രവനം ഉണ്ടെന്ന് കേട്ട് കാണാൻ പോയി. അന്നേരമാണ് ജന്മനക്ഷത്രത്തിൻ്റെ മരങ്ങൾ വെച്ചുപിടിപ്പിച്ച വനമാണെന്ന് മനസ്സിലായത്. മുസ്ലിം സമുദായത്തിൽ പൊതുവെ ജന്മനക്ഷത്രം നോക്കാത്തതുകൊണ്ട് ഒരുപക്ഷെ എന്നെപ്പോലെ നക്ഷത്രവനം അറിയാത്തവർ വേറെയും കാണുമായിരിക്കും. അതോ ഞാൻ മാത്രമേ ഇങ്ങനെ ഒരു പൊട്ടനുള്ളോ എന്നും അറിയില്ല കേട്ടോ. ഇവിടെ നിന്ന് 150 മീറ്റർ അകലെയാണ് സലിം അലി പക്ഷി നിരീക്ഷണ കേന്ദ്രം. നേരത്തെ നമ്മൾ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് എടുക്കുന്ന പാസിൽ തന്നെയാണ് ഇതിൻ്റെയും പ്രവേശനം. ഏതാണ്ട് 1.5-2 കിലോമീറ്റർ നടന്ന് പക്ഷികളെ നിരീക്ഷിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. നടക്കാൻ പറ്റാത്തവർക്ക് ബഗ്ഗിയുണ്ട് കേട്ടോ. ഒരാൾക്ക് 30 രൂപയാണ് ചാർജ്. 4 പേര് മാത്രമേ അനുവദിക്കൂ. നടക്കാനുള്ള മടി കാരണം 4 പേരുടെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ 2 പേർ ഈ ബഗ്ഗിയിൽ പക്ഷി നിരീക്ഷണത്തിനായി പോയി. സീസൺ അല്ലാത്തതിനാൽ ഒരു വേഴാമ്പലിനെ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. അതിനെയും കാണണമെങ്കിൽ നല്ല ബൈനാക്കുലർ തന്നെ വേണം. പക്ഷി നിരീക്ഷണത്തിന് പോകുന്നവർ നിർബന്ധമായും ബൈനാക്കുലർ കയ്യിൽ കരുതണമെന്ന പാഠം പഠിച്ചു. ഓഫ് സീസൺ ആയതിനാലാവണം സന്ദർശകരും വളരെ കുറവായിരുന്നു. പിന്നെ പക്ഷികളുടെ കളകൂചനം കേട്ട് കാട്ടിൽ കൂടി നടക്കാൻ നല്ലൊരു സുഖമുണ്ട് കേട്ടോ. അധികമൊന്നും കാണാൻ സാധിക്കാത്തതിനാൽ
ഞങ്ങളുടെ പക്ഷി നിരീക്ഷണമൊക്കെ അവസാനിപ്പിച്ച് ഇനിയൊരിക്കൽ ബൈനാക്കുലറുമായി വരാം എന്ന ഒരു പ്രതീക്ഷയോടെ ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ഒരു ദിവസത്തെ കാഴ്ച ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വൺ ഡേ ട്രിപ്പുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.